ദ ലോയർ നിയർ ടു മീ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 3-4 ലോ ഫേമിൻ്റെ കോൺടാക്ട്സ് നമ്പറുകൾ കിട്ടി. റെന്റ് സംബന്ധമായ കേസ് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. അതിലൊരു ലോ ഫേം പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് ചോദിച്ചതിനൊരു ഉത്തരം കിട്ടാതെ പൈസയുടെ കാര്യം മാത്രം പറയുന്നതുകൊണ്ട് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി. ഒരു ഗൂഗിൾ റിവ്യൂ ഇട്ടു. ആ ലോ ഫേം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഓപ്പൺ ചെയ്തു. ഒരു 1000 dirhams ഫൈൻ വന്നു, അത് അടച്ചു. എയർപോർട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് അറസ്റ്റ് ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് അവർ വീണ്ടും ഈ സ്ത്രീക്കെതിരെ ഒരു സിവിൽ കേസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു 10,000 dirhams ഫൈൻ വന്നു. ഈ സ്ത്രീ പൈസ അടയ്ക്കാൻ തയ്യാറാണ്, പക്ഷേ ഈ ലോ ഫേം സമ്മതിക്കുന്നില്ല. അവർ വീണ്ടും 100,000 ചോദിച്ചുകൊണ്ട് അപ്പീൽ പോയി. നമ്മൾ ഈ ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. സെയിം ടൈമിൽ ഇവർക്ക് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിലെ ഈ ലോ ഫേമിനെ കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കായിരുന്നു ഏറ്റവും ഉത്തമം. ഏതൊരു ലോ ഫേമും വേണ്ടുന്ന സർവീസ് തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ ഇടപെടും.